السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولذرياتنا لمن ماتوا منا ولإخواننا ولأخواتنا ولجميع المصنفين الصالحين والعاملين والمصنفين والمفسرين والعلماء والفقهاء والأئمة كلهم أجمعين. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير واختم بسعادة. آمين برحمتك يا أرحم الراحمين. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധവും പരിപാവനവുമായ ഈ റമദാൻ മാസത്തിന്റെ ഹക്കില ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ രോഗങ്ങളും എല്ലാവിധ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്ത് മാഫാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, മറ്റു നമ്മോട് ബന്ധപ്പെട്ടവർ, അവരുടെയും എല്ലാവിധ ദോഷങ്ങൾ അല്ലാഹു തആല വിട്ടുകൊടുത്ത് മാഫാക്കി തരട്ടെ. അവർക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ അല്ലാഹു തആല മോചിപ്പിക്കുന്ന ഉത്തഖാവിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ രോഗവും പ്രയാസവും ബുദ്ധിമുട്ടും വിഷമെല്ലാം തീർത്ത് അല്ലാഹു നമുക്ക് സുഖവും സൗഖ്യവും സമാധാനം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ താഴത്തിനായിട്ട് ആഫിയത്തോടു കൂടിയ അള്ളാഹിന്റെ ദീന ഹിദമത്തിലായിക്കൊണ്ടുള്ള ദീർഘായുസ് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ അവരുടെ പരലോക ജീവിതം അള്ളാഹു സുഖകരമായി കൊടുക്കട്ടെ. അവരെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പായി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മെ അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഗൾഫ് സഹോദരങ്ങൾക്ക് സമാധാനവും പുഷ്ടിയും പ്രദാനം ചെയ്യട്ടെ. അവിടെ നടക്കുന്ന യുദ്ധസന്നാഹങ്ങളും മറ്റുമൊക്കെ അള്ളാഹു തആല ഇല്ലാതെയാക്കി അവർ ചെയ്യുന്ന ജോലികളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് അവരുടെ മഴീശത്തിൻ്റെ വഴി തേടിപ്പിടിക്കാനുള്ള സൗകര്യവും വഴിയും അള്ളാഹു തആല എളുപ്പമായി കൊടുക്കട്ടെ. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ഇടയിലുള്ള യുദ്ധം, അതുപോലെ തന്നെ ഇറാൻ്റെ ഇടയിലുള്ള യുദ്ധം അള്ളാഹു സുബ്ഹാനഹു എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനവും റാഹത്തും ലോകത്തിൽ അമ്നും അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, ഇന്നലെ നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ അത്യാവശ്യമായ ഒരു സ്ഥലത്ത് പോകാനുണ്ടായതുകൊണ്ട് രാവിലെ അങ്ങോട്ട് പോയി. ഇന്ന് നോക്കുമ്പോൾ എനിക്ക് ശാരീരികമായിട്ട് സുഖം പോരാ. ജലദോഷവും പനി അതുപോലത്തെ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ട്. അതാണ് ശബ്ദത്തിന് ഒരു മാറ്റം കാണുന്നത്. എന്നാലും ഇന്നും ഇന്നലെയും 2 ദിവസം ലീവ് ആവണ്ടെന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 4 അതിൽ 4-ാമത്തെ കാര്യം, അതായത് തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ള് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു വസ്തു ചേരുക എന്ന 4-ാമത്തെ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചു വന്നത്. അതിലുള്ളിൽ വരുന്നത് തുറക്കപ്പെട്ട ദ്വാരങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാം നോമ്പ് കാലത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് യാദർശികമായി ഒരു ഈച്ചയോ അല്ലെങ്കിൽ അതുപോലത്തെ ചെറിയ ജീവികളോ നമ്മുടെ വായിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അല്ലെങ്കിൽ ആ പ്രവേശിച്ചത് പുറത്തേക്ക് പോവുകയും നമ്മൾ അറിയാതെ ചെയ്താൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്ന്. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കുളിക്കുന്ന സമയത്ത് ചെവിയിലൂടെയോ അല്ലെങ്കിൽ വായിലൂടെയോ മറ്റൊക്കെ വെള്ളം കയറിയാൽ അതിൻ്റെ വിധി എന്താണ്? കുളി 3 വിധം കുളികളുണ്ട്. ഒന്ന് നിർബന്ധമായ കുളി, 2-ാമത്തത് സുന്നത്തായ കുളി, 3-ാമത്തത് രണ്ടിലും പെടാതെ നമ്മുടെ ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയുള്ള കുളി. ഈ 3 വിധം കുളികളിൽ നിർബന്ധമായ കുളിയോ അല്ലെങ്കിൽ സുന്നത്തായ കുളിയോ തണുപ്പിക്കാൻ വേണ്ടിയുള്ള കുളിയോ ഏത് കുളിയാണെങ്കിലും നോമ്പുകാരന് മുങ്ങിക്കുളിക്കൽ കറാത്താണ്. തലയിലൂടെയും ശരീരത്തിലൂടെയും വെള്ളമൊഴിച്ചാണ് അവൻ കുളിക്കേണ്ടത്. നോമ്പ് കാലത്ത് ഒരു കറാത്ത് ചെയ്താൽ നോമ്പിന്റെ പ്രതിഫലം കുറയും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പൊ നോമ്പ് കാലത്ത് മുങ്ങിക്കുളിച്ചാൽ അവന്റെ നോമ്പിന്റെ കൂലി കുറയും. അതുകൊണ്ട് മുങ്ങിക്കുളിക്കാൻ നമ്മൾ ശ്രമിക്കരുത്, കോരി കുളിക്കണം.
ഇങ്ങനെ കോരിക്കുളിക്കുന്ന സമയത്ത് സുന്നത്തായ കുളിയോ നിർബന്ധമായ കുളിയോ ആണെങ്കിൽ അവൻ അറിയാതെ അവൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിലൂടെ, ചെവിയിലൂടെയോ മൂക്കിലൂടെയോ മറ്റോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം പ്രവേശിച്ചാൽ അവൻ കരുതി കൂട്ടിയല്ല, അവൻ അറിയാതെ വെള്ളം അങ്ങോട്ട് മുൻകടന്നു പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. നേരെ മറിച്ച് വെറും ശരീരം തണുപ്പിക്കാൻ വേണ്ടിയുള്ള കുളിയാണെങ്കിൽ, അത് മുങ്ങി കുളിക്കുകയാണെങ്കിലും കോരി കുളിക്കുകയാണെങ്കിലും, രണ്ട് വിധത്തിൽ കുളിക്കുകയാണെങ്കിലും വെള്ളം ഉള്ളിലേക്ക് അറിയാതെ പ്രവേശിച്ചാൽ അവൻ്റെ നോമ്പ് മുറിയുമെന്നാണ്. അതുപോലെ തന്നെയാണ് ഉളെടുക്കുന്ന സമയത്ത്. ഉളെടുക്കുന്ന സമയത്ത് വായിൽ വെള്ളം കുപ്പിളിക്കൽ സുന്നത്തുണ്ട്. നോമ്പുകാരനാകുമ്പോൾ വെള്ളം അമിതമാക്കാതെ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് വായിൽ വെള്ളം കുപ്പിളിക്കേണ്ടത്. അപ്പോൾ ഒരാൾ അമിതമായിട്ടുള്ള ഉപയോഗിക്കൽ നോമ്പുകാരന് കറാഹത്താണ്. അങ്ങനെ ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അവൻ്റെ വെള്ളം ഉള്ളിലേക്ക് കയറിപ്പോയാൽ, ഇറങ്ങിപ്പോയാൽ അവൻ്റെ നോമ്പ് മുറിയും. നേരെ മറിച്ച് അമിതമാക്കാതെ സാധാരണഗതിയിലുള്ള ഒരു മിതമായ നിലക്കാണ് വായിൽ വെള്ളം ഒഴിച്ചത്, ആ ഒഴിച്ച വെള്ളം അവൻ അറിയാതെ ഉള്ളിലേക്ക് എങ്ങനെയോ ഇറങ്ങിപ്പോയി, എന്നാൽ അതുകൊണ്ട് അവൻ്റെ നോമ്പ് മുറിയുകയില്ല. അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ശരീരത്തിൽ അഴുക്കുകളോ അല്ലെങ്കിൽ വിയർപ്പോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നാം കുളിക്കുന്ന കുളി സുന്നത്തായ കുളിയാണ്. ജുമാന്റെ കുളി സുന്നത്താണ്, പെരുന്നാൾ കുളി സുന്നത്താണ്. ഇങ്ങനെ സുന്നത്തായ പല കുളികളുമുണ്ട്. അതിൽപ്പെട്ട ഒരു കുളിയാണ് ശരീരത്തിലെ അഴുക്കുകൾ, വിയർപ്പുകളൊക്കെ നീക്കാൻ വേണ്ടിയുള്ള കുളി. അതുകൊണ്ട് നാം ശരീരത്തിലെ അഴുക്കും മറ്റൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി കുളിക്കുമ്പോൾ ഞാൻ സുന്നത്തായ കുളി കുളിക്കുന്ന നിയ്യത്തോടു കൂടി കുളിച്ചാൽ അവൻ കോരി കുളിക്കുന്ന സമയത്ത് വെള്ളം അറിയാതെ ഉള്ളിലേക്ക് പോയാലും അവൻ്റെ നോമ്പ് മുറിയില്ല. നേരെ മറിച്ച് അവൻ്റെ ശരീരത്തിൽ അഴുക്കോ വിയർപ്പോ അതുപോലത്തെ ഒന്നുമില്ല. ജുമ പോലത്തെ സുന്നത്തായ കുളിയുമല്ല, ശരീരം വെറും തണുപ്പിക്കാൻ വേണ്ടിയുള്ള കുളിയാണെങ്കിൽ ആ കുളി നമ്മൾ ശരിക്ക് നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ട് കുളിക്കണം. അറിയാതെ ഉള്ളിലേക്ക് വെള്ളം കയറിയാലും അവൻ്റെ നോമ്പ് മുറിഞ്ഞു പോകും. അതുപോലെ തന്നെ തലച്ചോറിൽ നിന്ന് ഇറങ്ങി വന്ന കഫം അല്ലെങ്കിൽ നെഞ്ചിൽ നിന്ന് മേൽപോട്ട് കയറിയ കഫം, അത് രണ്ടും വായയുടെ പുറഭാഗം എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക്, അതായത് അറബി അക്ഷരങ്ങളിലെ ഹാന്റെ മഹ്റജാകുന്ന തൊണ്ടയുടെ മധ്യഭാഗം, അതിൻ്റെയും ഇപ്പുറത്തേക്ക് ആ കഫം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കാർക്കിച്ച് തുപ്പിക്കളയാൻ അവന് കഴിയുമെങ്കിൽ നിർബന്ധമായിട്ടും അവൻ അങ്ങനെ ചെയ്യണം. ഇനി കാർക്കിച്ചെടുക്കാനും തുപ്പാനും കഴിയാതെ വന്നാൽ ചിലപ്പോൾ എന്തായാലും കുറേ കാറൊന്നും കിട്ടുന്നില്ല, ചിലപ്പോൾ അങ്ങനെ വരും. നമ്മൾ കുറേ ഹഹ എന്നൊക്കെ പറഞ്ഞാലും അതിൽ വരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിറങ്ങിപ്പോയത് കൊണ്ട് വിരോധമില്ല. അതുപോലെ തന്നെ വായുടെ പുറഭാഗത്തേക്ക്, പ്രത്യക്ഷമായ ഭാഗത്തേക്ക് വരാത്ത കഫം ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ അതിനേക്കും വിരോധമില്ല. നേരെ മറിച്ച് തുപ്പുനീര്, കഫമൊന്നുമില്ലാത്ത വെറും തുപ്പുനീര് വിഴുങ്ങിയാൽ നോമ്പ് മുറിയില്ല. പക്ഷേ 4 നിബന്ധനകളുണ്ട്. 4 നിബന്ധനകളോടുകൂടെ തുപ്പുനീര് വിഴുങ്ങിയാൽ നോമ്പ് മുറിയില്ല. ഒന്ന്, ആ തുപ്പുനീര് അവൻ്റേത് തന്നെ ആയിരിക്കണം, സ്വന്തം ശരീരത്തിൻ്റെ തുപ്പുനീരായിരിക്കണം. അവൻ്റെ ഭാര്യയോ മറ്റോ അവൻ നോമ്പ് കാലത്ത് ചുംബിക്കുകയോ അല്ലെങ്കിൽ നാവ് കടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അവളെ തുപ്പുനീരൊരൽപ്പം അവൻ്റെ വായിലേക്ക് വന്നു, ആ വന്ന് തുപ്പുനീര് അവൻ വിഴുങ്ങിയതെങ്കിൽ അവൻ്റെ നോമ്പ് മുറിയും. അപ്പോൾ ഒന്ന് സ്വന്തത്തിൻ്റെതായിരിക്കണം. 2, അവൻ തുപ്പുനീര് വിഴുങ്ങുന്നത് വായൻ്റെ ഉള്ളിലുള്ള തുപ്പുനീര് തന്നെ ആയിരിക്കണം. വായൻ്റെ ഉള്ളിൽ തുപ്പുനീര് പുറത്തേക്ക് വന്ന് ആ പുറത്തേക്ക് വന്നത് വീണ്ടും ഉള്ളിലേക്ക് മടങ്ങിയ തുപ്പുനീര് വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. അപ്പോൾ നോമ്പ് കാലത്തൊക്കെ പ്രസംഗിക്കുന്നവരും വഴന്ന് പറയുന്നവർക്ക് ശരി ശ്രദ്ധിക്കണം. ചില സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തുപ്പുനീര് പുറത്തേക്ക് വരും. അത് അവർ പിന്നെയും ചുണ്ടുകൊണ്ടും മറ്റോ നാവ് കൊണ്ടൊക്കെ ഉള്ളിലേക്ക് മടക്കിയിട്ട് അവർ വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നാവിന്മേലായിട്ട് പുറത്ത് വന്നാലും വിരോധമില്ല. അപ്പം നാവിൻ്റെ മേൽ തുപ്പുനീരാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് നാവ് നീട്ടി അതേ നാവ് തന്നെ തുപ്പുനീരോടുകൂടെ ഉള്ളിലേക്ക് മടക്കി ആ തുപ്പുനീര് വിഴുങ്ങുന്നതിനേക്ക് വിരോധമില്ല. അപ്പം നാവിന്മേലല്ലാതെ പുറത്തേക്ക് വന്ന തുപ്പുനീര് വീണ്ടും ഉള്ളിലേക്ക് മടങ്ങിയിട്ട് വിഴുങ്ങുമ്പോഴാണ് നോമ്പ് മുറിയുക. അതുപോലെ തന്നെ ആ തുപ്പുനീര് ശുദ്ധിയുള്ളതായിരിക്കണം. അവൻ്റെ പല്ലിൻ്റെ ഊണിൽ നിന്ന് രക്തമോ മറ്റോ വന്നിട്ട് ആ തുപ്പുനീര് നജസ്സായിട്ടുണ്ടെങ്കിൽ ആ നജസ് ശുദ്ധിയാകുന്നത് വരെ അവൻ കൊപ്പിളിക്കുകയും വായ തുപ്പിക്കളയുകയും വായ കൊപ്പിളിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ആ നജസ് കലർന്ന തുപ്പുനീരോട് എഴുതുകയാണെങ്കിൽ
നജസോട് കൂടി ആ തുപ്പുനീര് വിഴുങ്ങിയാൽ അവൻ്റെ നോമ്പും മുറിയും. അപ്പോൾ നജസുമായി കലർപ്പില്ലാത്തതായിരിക്കണം. അതുപോലെ തന്നെ മറ്റ് കളറുകളോ മറ്റോ ഇല്ലാത്തതും ആയിരിക്കണം. നജസല്ലാത്താണെങ്കിലും മറ്റ് കലർപ്പുകൾ ഉണ്ടാവാൻ പാടില്ല. നോമ്പ് കാലത്ത് എന്തോ ഒരു പച്ചയ വസ്തു അവൻ്റെ വായിലേക്ക് ഇട്ടു. ഒരു മരത്തിന്റെ ഇലയാവട്ടെ, അല്ലെങ്കിൽ ഒരു ഈർക്കിളിയാവട്ടെ, അവൻ്റെ വായിലിട്ടിട്ട് അവൻ ഇങ്ങനെ ചവച്ചു. അപ്പൊ അതിന്റെ ആ കളറ്, അതിന്റെ നിറം അവന്റെ തുപ്പുനീരിലേക്കായി. ആ തുപ്പുനീർ അവൻ വിഴുങ്ങുകയാണെങ്കിൽ അവൻ നോമ്പ് മുറിയും. അപ്പൊ 4 നിബന്ധനകളുണ്ട്. ഒന്ന് സ്വന്തത്തിൻ്റെതായിരിക്കണം, മറ്റൊരാളെ തുപ്പുനീരാവരുത്. രണ്ടാമത്തേത് ഉള്ളിൽ നിന്ന് വിഴുങ്ങണം, പുറത്തു വന്ന് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം വിഴുങ്ങരുത്. മൂന്നാമത്തെ ശുദ്ധി ഉണ്ടായിരിക്കണം, നജസിനോട് കലർന്നിട്ട് നജസായ തുപ്പുനീര് വിഴുങ്ങിയാൽ മുറിയും. നാലാമത്തേത് മറ്റു വസ്തുക്കളുമായി കലർന്ന്, നജസല്ലാത്താണെങ്കിലും ശുദ്ധിയുള്ളതാണെങ്കിലും മറ്റു വസ്തുക്കളുമായി കലർന്ന് പകർച്ച വരാൻ പാടില്ല. പകർച്ച വന്ന് തുപ്പുനീര് വിഴുങ്ങിയാൽ നോമ്പ് മുറിയും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഒരാൾക്ക് നോമ്പ് കാലത്ത് എത്രയും സൂക്ഷിക്കാൻ കഴിയാത്ത വിധം അവന്റെ ഊണിൽ നിന്ന്, പല്ലിന്റെ ഊണിൽ നിന്ന് രക്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ രക്തത്തിന്റെ തുള്ളികളും അല്ലെങ്കിൽ കിനിവുകളും വന്നുകൊണ്ടേയിരിക്കുന്നു. ഓന് അത്രയും സൂക്ഷിക്കാൻ കഴിയുന്നില്ല. ആ നിലക്ക് വിഷമിക്കുന്ന ആളാണെങ്കിൽ അവന്റെ തുപ്പുനീർ നജസായാലും ആ തുപ്പുനീർ അവനക്ക് വിഴുങ്ങുന്നതിൽ വിരോധമില്ല. കാരണം അവൻ ബലാവുള്ളവനാണ്, പരീക്ഷിക്കപ്പെട്ടവനാണ്, അള്ളാഹുവിന്റെ ഒക്കെ എന്നുള്ള ഒരു ബലാവ് വന്നവനാണ്. അതുകൊണ്ട് വിരോധമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നോമ്പ് പറയുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി വല്ല സംശയങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നോമ്പിന്റെ ഷർത്തുകളും ഫറളുകളും പാലിച്ചുകൊണ്ട് നോമ്പ് നമ്മൾ നിർവഹിച്ചാൽ ആ നോമ്പ് സ്വഹീഹായി. സ്വഹീഹായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ നോമ്പ് നോറ്റില്ല എന്നുള്ള കുറ്റം അവന്റെ മേൽ വരില്ല. നോമ്പ് നോൽക്കാത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ വക്കെന്നുള്ള ശിക്ഷയോ നടപടികളോ ഉണ്ടാവുകയും ഇല്ല. പക്ഷെ ആ നോമ്പിനിക്ക് അള്ളാഹുവിന്റെ വക്കെന്ന് കൂലി കിട്ടണമെന്നില്ല. കുറ്റം ഒഴിവാകുന്നതോടൊപ്പം അതിന് പ്രതിഫലവും കിട്ടണമെന്നുണ്ടെങ്കിൽ ആ നോമ്പ് മക്ബൂലായിരിക്കണം. അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യമായ നോമ്പായിരിക്കണം. നോമ്പ് അള്ളാഹിന്റെ അടുക്കൽ മക്ബൂലാവണമെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസിലൂടെയും മറ്റും ഗവേഷണം ചെയ്ത് മനസ്സിലാക്കിയതനുസരിച്ച് മക്ബൂലാവണമെങ്കിൽ 6 കാര്യങ്ങൾ സൂക്ഷിക്കണം. നോമ്പ് മക്ബൂലാവണമെങ്കിൽ അവൻ 6 കാര്യങ്ങൾ സൂക്ഷിക്കണം. അപ്പോഴാണ് അവന്റെ നോമ്പ് സ്വീകാര്യമാവുക, പ്രതിഫലാർഹമാവുക, അള്ളാഹിന്റെ പക്കന്ന് കൂലി കിട്ടുക. നമ്മൾ ചെയ്യുന്ന നോമ്പും മറ്റു ഇബാദത്തുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഖബൂലാകട്ടെ, സ്വീകരിക്കട്ടെ. എന്താണ് 6 കാര്യങ്ങൾ? ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് വിവരിക്കാം. ആ 6 കാര്യങ്ങൾ: 1. ഹിഫ്ളുൽ ലിസാനി അനിൽ ഹറാമി വൽ ഹദയാനി. ഒന്ന്, നാവിനെ സൂക്ഷിക്കൽ തന്നെയാണ്. നാവിനെ അവൻ സൂക്ഷിക്കണം നോമ്പ് കാലത്ത് പകലിൽ. എന്തിനെ തൊട്ട്? ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണം. വൽ ഹദയാനി, ഹദയാനെ തൊട്ടും സൂക്ഷിക്കണം. എന്താണ് ഹറാമ് ഹലാൽ എന്നൊക്കെ നമുക്കറിയാം. ഹറാമായത് എന്ന് പറഞ്ഞാൽ പല സംസാരങ്ങളും ഹറാമായതുണ്ടല്ലോ. കളവ് പറയുക, അതുപോലെ തന്നെ ഗീബത്ത് പറയാം, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവരുടെ അഭാവത്തിൽ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, ഗീബത്ത് പറയുക. നമീമത്ത് പറയുക, ഒരാൾ പറഞ്ഞത് മറ്റാളോട് പറഞ്ഞിട്ട് പരസ്പരം ഫിത്നയും ഫസാദും ഉണ്ടാക്കുക. അതുപോലെ തന്നെ മുശാത്തമത്ത്, ഒരാളെ ചീത്ത പറയുക. അതും കുറ്റങ്ങളിൽപ്പെട്ടതാണല്ലോ. അതുപോലെ തന്നെ നിഷിദ്ധമായ ധാരാളം സംസാരങ്ങൾ ഉണ്ടാകും. ഒരാളെ ശപിക്കുക, ചീത്ത പറയുക, നീചമായ വാക്കുകൾ പറയുക, നായ പന്നി പോലത്തെ നീചമായ വാക്കുകളെ കൊണ്ട് ഒരാൾ അഭിസംബോധന ചെയ്യുക, അവനെ വിളിക്കുക. ഇതുപോലത്തെ കുറ്റകരമായ സംസാരങ്ങളൊക്കെ അവൻ ഒഴിവാക്കണം. ഹറാമായതിനെ തൊട്ട് നാവിനെ കാത്തു സൂക്ഷിക്കണം. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മല്ലം യദഅ ഖൗല സൂരി. കളവായ വാക്ക് അഥവാ കുറ്റകരമായ വാക്ക് ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ, വല്ല അമല ബിഹി, കുറ്റകരമായ പ്രവർത്തനങ്ങളും ഒഴിവാക്കുന്നില്ലെങ്കിൽ, വലൈസ ലില്ലാഹി ഹാജത്തുൻ, അള്ളാഹ്ക്ക് യാതൊരു ആവശ്യമില്ല, ഫീ അൻ യദഅ തഅമഹു വ ശറാബഹു, അവന്റെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി അവൻ നോമ്പ് നോക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കുറ്റകരമായ വാക്കുകൾ പറയുക, കുറ്റകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുക, അതുകൊണ്ടൊന്നും അവന്റെ നോമ്പ് സ്വീകാര്യാവില്ല, കൂലി കിട്ടൂല. അള്ളാഹുവിന് അത്തരം നോമ്പുകൾക്ക് ആവശ്യമില്ല. അവൻ പട്ടിണി കിടക്കണമെന്നും അള്ളാഹ്ക്ക് ആവശ്യമില്ല. വൈൻ സാബഹു അഹദുൻ, ഇനി ആരെങ്കിലും നോമ്പ് കാലത്ത് അവനെ ചീത്ത പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാൽ അതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയും മറുപടി വരല്ല വേണ്ടത്. ഔ കാത്തലഹു, അല്ലെങ്കിൽ അവനോട് ശണ്ട കൂടാൻ വേണ്ടി വന്നാൽ ഫല്യഖുൽ, അവൻ പറയട്ടെ, ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, ഈ സമയത്ത് എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റില്ല. നീ പറയുന്ന ആ വാക്കുകൾക്ക് മറുപടി പറയാനും അതനുസരിച്ച് ചെയ്യാനും എനിക്കിപ്പോൾ പറ്റൂല എന്നവൻ പറയട്ടെ. ഇവിടെ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്,
ഞാൻ നോമ്പുകാരനാണെന്ന് അവൻ മറ്റവനോട് പറയുമ്പോൾ അത് റിയാ, ലോകമാന്യം വന്നു പോകും. അത് ആ ലോകമാന്യമായിട്ട് ജനങ്ങൾ കാണിക്കാൻ വേണ്ടി നോക്കുന്ന ആ കൂട്ടത്തിൽ പെട്ടുപോകും. അല്ലെ, ജനങ്ങൾ അറിയിക്കുക എന്നുള്ള ഉദ്ദേശം അവിടെ വരും. ഈ റിയാ വരും എന്നുള്ള ഒരു തോന്നൽ, ഒരു ഭാവന അവനിക്കുണ്ടെങ്കിൽ അവൻ അത് ഉറക്കെ പറയേണ്ട, അവനോട് സംബോധന ചെയ്തു പറയുകയും വേണ്ട. അവന്റെ മനസ്സിൽ അത് ഉറക്കുകയും മനസ്സിൽ അവൻ പറയുകയും ചെയ്യുക. അല്ല, റിയാ വരുമെന്ന ഭയം അവനിക്കില്ലെങ്കിൽ ഉറക്കെ തന്നെ പറയുകയും ചെയ്യുക. ഇതാണ് മഹാന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹറാമായ നിലക്കുള്ള ഒരു സംസാരവും പാടില്ല. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരാൾ പറഞ്ഞ അപ്പുറം പറഞ്ഞ് നമീമത്തായി പറഞ്ഞിരിക്കുക, ഒരു ചൂട്ടിന്റെ രണ്ട് തലയും കത്തിച്ച് മിന്നുക, അതൊക്കെ വളരെ ഗൗരവമുള്ള സംഗതികളാണ്. മുമ്പ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളും ചെയ്യരുത്. നീചവാക്കുകളെ കൊണ്ട് വിളിക്കുക, അല്ലെങ്കിൽ നീചവാക്ക് പറയുക, പറയാൻ പാടില്ലാത്ത നിഷിദ്ധ സംസാരങ്ങൾ. ഒരു ഉദാഹരണം പറയാം. ഒരാൾ നമ്മോടൊരു സ്വകാര്യം പറഞ്ഞു, സ്വകാര്യമായിട്ട് ഒരു കാര്യം നമ്മോട് ഒരാൾ പറഞ്ഞു. അവൻ പറഞ്ഞു, ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അമാനത്തായി നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു കാര്യം നമ്മളെ പറഞ്ഞാൽ അത് നമ്മുടെ അടുക്കൽ അമാനത്താണ്. അപ്പം അത് മറ്റുള്ളവരോട് പറയൽ കുറ്റാണ്. അതും ഈ ഹറാമായ സംസാരത്തിൽ പെടും. അത് നോമ്പ് കാലത്ത് ചെയ്താൽ അവന്റെ നോമ്പിന്റെ പ്രതിഫലം അതുകൊണ്ട് നഷ്ടപ്പെടും. അതാണ് കുറ്റകരമായ സംസാരത്തെ തൊട്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഹദയാനെ തൊട്ടും ഒഴിവാക്കണം. എന്താ ഹദയാൻ എന്ന് പറഞ്ഞാൽ? ഹദയാൻ എന്ന് പറഞ്ഞാൽ അൽ കലാമുല്ലദീ ലാ ഫായിദത ഫീഹി. ഒരു നേട്ടമോ ഒരു ഉപകാരമോ ഒരു ഫലമോ ഇല്ലാത്ത സംസാരത്തിനാണ് ഹദയാൻ എന്ന് പറയുക. വെറുതെ ഇങ്ങനെ പിരിപിരി പറഞ്ഞുകൊണ്ടിരിക്കുക, അത് നോമ്പ് കാലത്ത് നല്ലതല്ല. ചില ആളുകളൊക്കെ സ്നേഹിതന്മാരെല്ലാം കൂട്ടം കൂടിയിരുന്നു കൊണ്ട് പല വിധത്തിലുള്ള തമാശകളും മറ്റും പറഞ്ഞ് ചിരിക്കുകയും രസിക്കുകയും ചെയ്യുന്ന ചില സംഭവങ്ങളൊക്കെ കാണാൻ കഴിയും. പ്രകാരം പറ്റില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന സൗമ ജിന്നത്ത്. തീർച്ചയായിട്ടും നോമ്പ് ഒരു പരിചയാണ്. എല്ലാവിധ തെറ്റുകുറ്റങ്ങളെ തൊട്ടും അവനെ തടയാനുള്ള ഒരു പരിചയാണ് നോമ്പ്. അതുകൊണ്ട് വൈദാക്കാന സിയാമു അഹദിക്കും, നിങ്ങൾ ഒരാൾ നോമ്പുകാരനാണെങ്കിൽ വലാ യർഫുസ്, അവൻ കുറ്റകരമായ കാര്യങ്ങളൊന്നും ചെയ്യരുത്. വലാ യജ്ഹൽ, അവിവേകമായ നിലക്കുള്ള സംസാരങ്ങളൊന്നും സംസാരിക്കുകയും ചെയ്യരുത്. അപ്പോൾ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക, വെറുതെ ഇങ്ങനെ ടൈം പാസ്സാക്കാൻ വേണ്ടി വർത്തമാനം പറയുക, ഇത്തരം കാര്യങ്ങളൊക്കെ നാം നോമ്പ് കാലത്ത് സൂക്ഷിക്കേണ്ടതാണ്. അത് ഹദയാനാണ്. അപ്പൊ ഹദയാനെ തൊട്ടും ഹറാമിനെ തൊട്ടും നാവിനെ സൂക്ഷിക്കലാണ് നോമ്പ് മക്ബൂലാവാനുള്ള 6 കാര്യങ്ങളിൽ, നിബന്ധനകളിൽ ഒന്നാമത്തേത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.